പെട്ടെന്ന് ഈ ചോദ്യം പ്രതീക്ഷിച്ചില്ല ഞാനിങ്ങനെ. ഞാൻ പറയാം, ധ്യാൻ ശ്രീനിവാസന്റെ അജുവും ഈ അടുത്ത് ഏതൊരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പ്രകാശൻ സമയത്ത്, അതായത് ചില ആർട്ടിസ്റ്റുകൾ അവർ അഭിനയിക്കുന്ന കാണുമ്പോ ഇപ്പൊ നിശ്ചയിച്ചൊക്കെ അടുക്കളയിൽ നിന്നുകൊണ്ട് നമ്മളാണെങ്കിൽ പാത്രോടെ വയ്ക്കണം, ഡയലോഗ് പറയണം, പക്ഷെ അതൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് ചെയ്യും, ഭയങ്കര ഈസിൽ ചെയ്യുന്നത്. അതിപ്പോ ഈ അടുത്തല്ലോ, കുറച്ചായല്ലോ, അതുകൊണ്ടാണ് പെട്ടെന്ന് ചോദിച്ചപ്പോ ഞാൻ ഈ ചോദ്യം പ്രതീക്ഷിക്കണമില്ല. അത് ഇപ്പൊ പ്രകാശം പറക്കട്ടെയായിരുന്നു. ഇപ്പൊ ഏകദേശം 1.5 വർഷം കഴിഞ്ഞു, അല്ല 1.5-2 വർഷം കഴിഞ്ഞു. അത് അജുവും ധ്യാനും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഓൾറെഡി കണ്ടു. ഞാൻ പേരെ ചേച്ചിക്ക് ഭയങ്കര കോംപ്ലിമെന്റ് ആയിട്ട് തോന്നിയായിരുന്നു ഓർത്തിരിക്കുന്നത്. ഞാൻ ഓർക്കണില്ല, പറഞ്ഞിട്ടുണ്ടാവും. കോംപ്ലിമെന്റ് ഒക്കെ ഓർത്തിരിക്കുന്നു കേട്ടോ. അതൊക്കെ നമുക്ക് എന്താ അല്ല പറയുമ്പോ ഇപ്പൊ നമ്മളിപ്പോ ഒരാളായിട്ടായിരിക്കില്ലല്ലോ പറയണ, മനസ്സിലായി. കൂടെ എല്ലാരും കൂടെ ഏതായാലും ഒരു 2-3 പേരൊക്കെ പറയുമല്ലോ. അപ്പൊ അങ്ങനെ സിറ്റുവേഷൻ അത് പറഞ്ഞ സിറ്റുവേഷൻ എന്തായിരുന്നു? അവര് പക്ഷെ എന്റെ മുന്നിൽ വെച്ചല്ല പറഞ്ഞത്, ഇന്റർവ്യൂലാണ് പറഞ്ഞത്. പിന്നെ അവിടെ വെച്ച് ആ സീൻ ചെയ്ത് കഴിഞ്ഞ് ഓരോ സീൻസ് ഒക്കെ ചെയ്യുമ്പോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് ഇല്ലാന്നില്ല, പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ട്. ഓക്കെ. ഇഫ് നോട്ട് ആൻ ആക്ടർ അല്ലായിരുന്നെങ്കിൽ ഹോട്ടൽ എടുത്തായിരുന്നോ? എനിക്കിഷ്ടമാണ് കേട്ടോ റെസ്റ്റോറന്റ്. എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു പക്ഷെ ചിലപ്പോ ഞാൻ അതിന്റെ ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം പണ്ടേ ഉണ്ടായിരുന്നു. അല്ല, അത് ഇപ്പൊ നമ്മളൊരു ജോലി ചെയ്യുമ്പോ ആ ജോലി മര്യാദക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ ഫുഡ് എന്ന് പറയണത് ഭയങ്കര ശ്രദ്ധിച്ച് ചെയ്യണം. നമ്മളിപ്പോ വേറെ എന്തിനേയും തിരക്കിനിടയില് നമുക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. അപ്പൊ നമ്മള് അങ്ങനെ ഞാനിപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് എനിക്ക് സന്തോഷമുള്ളത്. ഇപ്പൊ വേറെ ആളെ നിർത്തിയിട്ട് അവരോട് ഞാൻ എങ്ങനെയൊക്കെ ചെയ്യൂട്ടോ എന്ന് പറഞ്ഞിട്ട് അത് അവര് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ വൃത്തിയിലും വെറുതെ ഒരു ഓണറായിട്ട് മാറി നിന്നിട്ട് കാര്യമില്ല. ഇപ്പൊ ഒരാൾക്ക് നമ്മള് ഭക്ഷണം ഉണ്ടാക്കി വിൽക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നമ്മളും കഴിക്കേണ്ടത് അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടാവും. അതിപ്പോ ഇപ്പൊ എന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമുക്കിപ്പോ എനിക്ക് രാവിലത്തേക്ക് എന്റെ ഫുഡ് ഉണ്ടാക്കി അത് കുറച്ചും കൂടെ ക്വാണ്ടിറ്റി കൂട്ടുക, എന്നിട്ട് അത് അവർക്ക് മറ്റുള്ളവർക്കും കൊടുക്കുക. അപ്പൊ അതൊരു പ്രത്യേക ഒരു സന്തോഷം ഉണ്ടാവും. കാരണം അപ്പൊ നമുക്ക് കൊടുക്കുമ്പോൾ തൃപ്തി ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ് എന്റെ മനസ്സിൽ കിടക്കുന്നത്. അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ അങ്ങനെ തുടങ്ങണം എന്നാണ് എന്റെ മനസ്സിൽ കിടക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് സമയം വേണം. ഫുൾ ടൈം അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പൊ അതെന്തായാലും ഇപ്പോഴും അങ്ങനെ നാടൻ ഭക്ഷണം അങ്ങനെയാണോ പ്ലാൻ ചെയ്യുന്നത്? അത്രേ ഉള്ളൂ, നാടനേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് അവിടുത്തെ സ്പെഷ്യൽ ഡിഷ് എന്തായിരിക്കും? ഫിഷ് ആയിരിക്കും. ഉപ്പും മുളകും എന്നും എക്കാലത്തും എല്ലാവരുടെയും പ്രിയപ്പെട്ട സീരിയലായിരുന്നു. എന്നാൽ ഇന്ന് അതിന് കുറേയേറെ കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ആ സീരിയലിനെ പറ്റി നിരവധി വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ആ വിവാദങ്ങളിൽ പെട്ട് ആ സീരിയലിനോടുള്ള ഒരു ഇഷ്ടം ആളുകൾക്ക് കുറഞ്ഞു തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ബിജു സോപാനത്തിനും SP ശ്രീകുമാറിനുമെതിരെയാണ് നടി പരാതി നൽകിയത്. ലൈംഗിക അതിക്രമ പരാതിയാണ് നൽകിയത്. ഇതിൽ ഒരാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്നും മറ്റൊരാൾ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പറയപ്പെടുന്നത്. ആരാണ് ഈ നടിയെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. പല അഭിപ്രായങ്ങളാണ് പലരും പറയുന്നത്. ജൂഹിയാണെന്ന് പറയുന്നുണ്ട്, അതിലെ തന്നെ കനകമാണെന്ന് പറയുന്നുണ്ട്, എന്തിന് പാറുക്കുട്ടിയുടെ പേര് വരെ പറയുന്നവരുണ്ട്. എന്നാൽ അതൊന്നുമല്ല, ആരാണ് ഈ സംഭവത്തിൽ യഥാർത്ഥത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, ആരാണ് ഇരയായത് എന്നൊക്കെ പലരും തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. തുറന്നു പറച്ചിലുകൾ കേൾക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. നിഷാ സാരംഗ് നമ്മുടെ ഈ ഉപ്പുമുളകും സെറ്റിനെ പറ്റി മുൻപ് മാതോരാതെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ സെറ്റിൽ തന്നെ പലതരം ഇഷ്യൂസ് ഉണ്ടായതായും ആ ഷോയിൽ നിന്നും ആ പരിപാടിയിൽ നിന്നും പരമ്പരയിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നതിനെ പറ്റിയും ഒക്കെ നിഷാ സാരംഗ് മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ്, എന്ന് പറഞ്ഞാൽ ഈ 5 പേരും കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴായിരുന്നു ഭയങ്കര രസമായിട്ട് ആ പരമ്പര മുന്നോട്ട് പോയത്. അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിനുശേഷം നെക്സ്റ്റ് വന്നത് ഇവരൊക്കെ വളർന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആളിന്റെയൊക്കെ എണ്ണം കൂടി, കുറെ പുതിയ കഥാപാത്രങ്ങളൊക്കെ വന്നു. ആ സമയത്ത് ഇവരുടെ സ്വഭാവത്തിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ് നിഷാ സാരംഗ്. 10ാം ക്ലാസ്സിന് പിന്നാലെ വിവാഹിതയായെങ്കിലും വിവാഹബന്ധം പരാജയത്തിൽ എത്തുകയായിരുന്നു എന്ന് നീലു പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് ആരുടെയും പിന്തുണയില്ലാതെയും നിരവധി പ്രതിസന്ധികൾ അതിജീവിച്ചു മക്കളെ വളർത്തിയ കാര്യങ്ങളൊക്കെ പല അഭിമുഖങ്ങളിലും നിഷ പങ്കുവച്ചിട്ടുണ്ട്. മക്കളൊക്കെ വലുതായ സ്ഥിതിക്ക് ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഒറ്റയ്ക്കുള്ള ജീവിതം മടുത്തതായിട്ടും അടുത്തിടെ ഒരു അഭിമുഖത്തിൽ നടി വെളിപ്പെടുത്തിയിരുന്നു. ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ പറയുന്നത് കേൾക്കാൻ ഒരു പങ്കാളി വേണമെന്നാണ് താരം വ്യക്തമാക്കിയത്. പ്രായമായവരുടെ പ്രണയത്തെക്കുറിച്ചുള്ള തന്റെ മനോഹരമായ സങ്കല്പവും നിഷ അന്ന് പങ്കുവച്ചിരുന്നു.
അമ്മയ്ക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തങ്ങൾ അതിന് തടസ്സം നിൽക്കില്ലെന്നും അമ്മയെ നോക്കുന്ന ഒരാളായിരിക്കണം എന്നാണ് മക്കളുടെ അഭിപ്രായമെന്നും നിഷ പറഞ്ഞു. അതിനു പിന്നാലെ നിരവധി വാർത്തകളാണ് എത്തിയത് നിഷയുടെ വിവാഹം സംബന്ധിച്ച്. ഇപ്പോൾ താൻ ഡബ്ബ് ചെയ്ത ചിത്രം കാണാൻ എത്തിയ നിഷയുടെ വീഡിയോ ആണ് ശ്രദ്ധ നേടുന്നത്. കഴുത്തിൽ താലി അണിഞ്ഞ് നെറ്റിയിൽ സിന്ദൂരം ചാർത്തി എത്തിയ നിഷ സാരംഗിനെ കണ്ട എല്ലാവർക്കും ഞെട്ടലാണ് ഉണ്ടായത്. ആരെയും അറിയിക്കാതെ കല്യാണം കഴിഞ്ഞോ എന്ന സംശയവുമായി ഓൺലൈൻ മാധ്യമങ്ങൾ ചുറ്റും കൂടി. എന്നാൽ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി നൽകാതെ നിഷ സാരംഗ് നടന്നു നീങ്ങുകയായിരുന്നു. ഇത്രയും നാൾ മക്കൾക്ക് വേണ്ടി ജീവിച്ചു, ഇനിയൊരു കൂട്ട് വേണമെന്ന ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നല്ലോ, എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന ചോദ്യത്തിന് ആ കുട്ടി അങ്ങനെ ചോദിച്ചു, ഞാൻ അങ്ങനെ പറഞ്ഞു എന്നായിരുന്നു മറുപടി. കല്യാണ വിശേഷം പങ്കുവെക്കാമോ എന്ന ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് എന്ത് കല്യാണ വിശേഷം, ആരുടെ എന്നാണ് നടി തിരിച്ചു ചോദിക്കുന്നത്. പുതിയ ജീവിതത്തിലേക്ക് കടന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നായിരുന്നു അടുത്ത ചോദ്യം. ജീവിതം പുതിയതല്ലല്ലോ, അതെപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അതിൽ പുതുമയില്ലല്ലോ എന്നായിരുന്നു നിഷ മറുപടി പറഞ്ഞത്. 50 വയസ്സുവരെ മക്കൾക്ക് വേണ്ടി ജീവിച്ചു, ഇനിയൊരു കൂട്ട് വേണമെന്ന് അഭിമുഖത്തിൽ പറഞ്ഞിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ അത് നല്ല കാര്യമല്ലേ, നല്ലത് എപ്പോഴെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുന്നു എന്നാണ് നടി പറഞ്ഞത്. നമുക്കെല്ലാം പങ്കുവെക്കാൻ എപ്പോഴും ഒരു ആളുള്ളത് നല്ലതല്ലേ, ഒറ്റപ്പെടുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കും, ഞാനും അങ്ങനെ ചിന്തിച്ചു, അത് തെറ്റാണെന്ന് തോന്നുന്നില്ല എന്നും നിഷ സാരംഗ് പറയുന്നുണ്ട്. എന്നാൽ അതിനു പിന്നാലെ നിഷ സാരംഗ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റും പങ്കുവച്ചിരുന്നു. ഒന്നും വിട്ടുപറയാതെയാണ് നിഷ സാരംഗിന്റെ പോസ്റ്റ്. സത്യസന്ധമായി ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ നിന്നും പലരും വഴിമാറിപ്പോയേക്കാം, കാരണം മനോഹരമായ കള്ളങ്ങളെയാണ് പലരും ഇഷ്ടപ്പെടുന്നത് എന്നാണ് നിഷ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നീലു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയൂ, നിങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. കുറച്ചുപേർ പലതും പുറത്തുവിടുന്നു, എന്തായാലും എപ്പോഴായാലും എല്ലാം അറിയും, എങ്കിലത് നേരത്തെ ആയിക്കൂടെ, മറ്റുള്ളവർക്ക് ദോഷം വരുത്തരുതല്ലോ എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് നിഷ എന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും പറയാതിരിക്കാൻ വയ്യ, നിഷയെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ നിങ്ങളെ കാത്തിരിപ്പുണ്ട് എന്നാണ് പോസ്റ്റിന് താഴെ ഒരാളുടെ കമന്റ്.